മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയാൽ തോട്ടിലും വയലിലൊക്കെ വെള്ളം അങ്ങോട്ട് കയറും. അതുകൊണ്ട് നമ്മൾ കിണറിൻ്റെ പണി അങ്ങോട്ട് സ്റ്റോപ്പ്. സകല സ്ഥലത്തും വെള്ളമായിരിക്കും. അതുകൊണ്ട് നമുക്കിനി കോഴിക്കോടിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. നമ്മൾ കോഴിക്കോടിൻ്റെ ചരിത്രങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല പറയാൻ. എന്തായാലും ഈ കാണുന്നതാണ് നമ്മൾ സരോവരം പാർക്ക്. സരോവരം ബയോ പാർക്കാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. സരോവരം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു ഗോകുലം മാളുണ്ട്. ഈ ഒരു മാള് മാത്രമല്ല കേട്ടോ കോഴിക്കോടുള്ളത്, വേറെയും കുറേ മാളുകളുണ്ട്. നമ്മളെ ബോച്ചേനെയും ചെമ്മണ്ണൂരിനെ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. ഈ കാണുന്നതാണ് സാഗർ ഹോട്ടൽ. തൊട്ടടുത്ത് തന്നെ ആയിട്ട് RPM മാളുണ്ട്. RPM മാളുടെ ഓപ്പോസിറ്റ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ്. ഇതാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മൾ കോഴിക്കോട് നിന്ന് സകല നാട്ടിലേക്കും ഇവിടുന്ന് ബസ്സുണ്ട്. പുതിയ സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെ ഫോക്കസ് മാൾ ഉണ്ട്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ ഈ ചെറിയ വീഡിയോ മതിയാവില്ല. ഈ കാണുന്നതാണ് നമ്മൾ കോഴിക്കോട് മിനി സ്റ്റേഡിയം. നമ്മളെ പുതിയ സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് നല്ല പരന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളെ KSRTC സ്റ്റാൻഡ്. KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാൻഡിനെ പോലെ തന്നെയാണ്. ആ നാട്ടിലേക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. മൊബൈൽ ഫോണിന്റെ സകല പാർട്സും കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ ഗൾഫ് ബസാർ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മളെ ദുബായ് ബസാറും ഉണ്ട്. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ പാരഗൺ ഹോട്ടൽ. പാരഗൺ ഹോട്ടലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്, ചിക്കൻ ചില്ലി ഗ്രേവിയും വെള്ളപ്പവും. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മിൽക്ക് സർബത്ത് ഉള്ളത്. ബീച്ച് സൈഡിലേക്ക് പോയാൽ നമ്മളെ സോഫി മന്തി, ഇതിന്റെ അപ്പുറത്ത് നെഹദി മന്തി ഒക്കെ ഉണ്ട് കേട്ടോ വേറെ. ഇതാണ് നമ്മളെ കോഴിക്കോട് ബീച്ച്. സകല നാട്ടിൽ നിന്ന് സകല ആൾക്കാരും വരുന്ന സ്ഥലം. നമ്മളെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐശ്വര്യതി ഉപ്പിലിട്ടത്. ഐശ്വര്യതിനെ മിക്സ് കഴിക്കണം, മധുരം കഴിക്കണം, നല്ല ടേസ്റ്റ്, ഒരിക്കലും മറക്കാത്ത ഒരു ടേസ്റ്റ്. ബീച്ചിൽ തന്നെയുള്ള വേറൊരു സംഭവമാണ് തട്ടുകട. നമ്മളെ കോഴിക്കോട് സ്പെഷ്യൽ തട്ടുകട. അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് കല്ലുമ്മക്കായ് പൊരിച്ചത്. നമ്മുടെ നാട്ടിൽ കടുക്ക എന്ന് പറയും, കടുക്ക പൊരിച്ചത് എന്ന് പറയൂ. തട്ടുകടയിൽ കിട്ടുന്ന വേറൊരു സാധനമുണ്ട്, കാടമുട്ട മസാല ആക്കിയത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് വല്യങ്ങാടി. നമ്മളെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥലമാണ് നമ്മളെ വല്യങ്ങാടി. നമ്മളെ കോഴിക്കോടിനെ മാത്രമല്ല കേട്ടോ, ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും ഇവിടെ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ പോകുന്നത്. ഇതാണ് നമ്മളെ രണ്ടാം ഗേറ്റിൻ്റെ അടുത്തുള്ള മീൻ മാർക്കറ്റ്. നമ്മൾ പോയ സമയം കുറച്ച് വൈകിപ്പോയതുകൊണ്ട് അധികം ഒന്നും കാണാൻ കഴിഞ്ഞില്ല, കുറച്ചേ കാണാൻ കഴിഞ്ഞു. നമ്മളെ മാർക്കറ്റിലെ പരിപാടി രാവിലെ തന്നെ സ്റ്റാർട്ടാവും, പുലർച്ചെ തന്നെ സ്റ്റാർട്ടാവും. നമ്മൾ പോയ സമയം കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് അധികം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഉണ്ട്. രാവിലെ തന്നെ പോവുകയാണെങ്കിൽ ഒരുപാട് മീനും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക്. ഇപ്പം നമ്മളെ നാട്ടിലെ മത്തിക്ക് വില 360. മൂപ്പരാളെ വിചാരം രാജാവാണെന്നോ. കോഴിക്ക് വരെ ഇത്ര വിലയല്ല. നമ്മളെ റഹ്മത്ത് ഹോട്ടലിലെ മട്ടൻ ബിരിയാണി കോഴിക്കോട്ടുകാർക്ക് അല്ലാത്തവർക്കും സകല ആൾക്കാർക്കും ബിരിയാണി വിളമ്പുന്ന സ്ഥലമാണ് നമ്മളെ റഹ്മത്ത് ഹോട്ടൽ. കോഴിക്കോട്ടുകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊട്ടയിൽ. നമ്മളെ രണ്ടാം ഗേറ്റിൻ്റെ അടുത്തുള്ള കൊട്ടയിൽ എന്നാണ് സ്ഥലം. സകല വണ്ടിൻ്റെ സകല പാർട്സും കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ കൊട്ടയിൽ. ഏത് വണ്ടീൻ്റെ ഏത് സാധനം ചോദിച്ചാലും കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ കൊട്ടയിൽ. രണ്ടാം ഗേറ്റിൻ്റെ അവിടെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടയിൽ. നമ്മൾ ചെന്നാൽ ടയർ വേണമെങ്കിൽ ടയർ, എന്ത് വേണമെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും നമ്മളെ കൊട്ടയിൽ നിന്ന് കിട്ടാറുണ്ട്. പുതിയ സാധനങ്ങൾ കിട്ടും, പഴയ സാധനങ്ങളും കിട്ടും. ചെറിയ വിലക്ക് സാധനങ്ങൾ കിട്ടുന്ന സാധനമാണ് നമ്മൾ കോഴിക്കോട് കൊട്ടയിൽ. പിന്നെ നമ്മളെ സ്വന്തം SK പൊറ്റക്കാട് നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും അറിയോ ഇത് എവിടെയാണെന്നുള്ളത്? അറിയാത്തവർക്ക് മാത്രമായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മളെ മുട്ടായിത്തെരുവ്, നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം മുട്ടായിത്തെരുവ്. നമ്മളെ മുട്ടായിത്തേവിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറും മാനാഞ്ചിറ കുളവും ഉള്ളത്. നമ്മളെ കോഴിക്കോട് സിറ്റിൻ്റെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാന പങ്കാണ് മാനാഞ്ചിറക്കുള്ളത്. നമ്മളെ പാളയം ബസ് സ്റ്റാൻഡും നമ്മളെ പാളയം പച്ചക്കറി മാർക്കറ്റും. ഇവിടെ നമ്മളെ മീൻ മാർക്കറ്റിനെ പോലെ തന്നെയാണ്. രാവിലെയാണ് എല്ലാ ജഗപുകയും നടക്കുന്ന സ്ഥലം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ജഗപുക. കുറേ ആൾക്കാർ വണ്ടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ട് രാവിലെ തന്നെ. നന്ന രാവിലെ വന്നു കഴിഞ്ഞാൽ, പുലർച്ചെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജഗപുകയായിരിക്കും നമ്മളെ മാർക്കറ്റിൽ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം ഓട്ടോ ഡ്രൈവർമാർ. നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോ ഡ്രൈവർമാരാണ് നമ്മളെ കോഴിക്കോട് ഓട്ടോ ഡ്രൈവർമാർ. ഇവരെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളെ കോഴിക്കോട് സിറ്റിയിൽ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമല്ല. വണ്ടി ആവശ്യത്തിലേറെ വണ്ടി ഇറങ്ങിയിട്ട് ഓട്ടോ അല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ഓട്ടോ ഡ്രൈവർമാർ. ജീവിതം രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലാണ് ഇപ്പോൾ ഇവർ. ഇന്നത്തെ ദിവസത്തിനെക്കാട്ടി മോശമാണ് നാളത്തെ ദിവസം. എന്തെങ്കിലും നല്ലൊരു വഴി ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മളെ അപ്സര തിയേറ്റർ. നമ്മളെ കോഴിക്കോട് ലിങ്ക് റോഡിലാണ് ഈ അപ്സര തിയേറ്റർ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മളെ കോഴിക്കോടൻ ഹലുവ. നമ്മളെ കോഴിക്കോടൻ ഹലുവ പേര് കേട്ട ഹലുവയാണ് കോഴിക്കോടൻ ഹലുവ.
ലിങ്ക് റോഡ് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിയാൻ പോവുകയാണ്. നമ്മളെ ഈ ചെറിയ വീഡിയോയിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ ഇനിയും കോഴിക്കോടുണ്ട്. നമുക്ക് അടുത്തൊരു നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ.